After shortlisting, interpret each list and end up with some 5 to 7 meaningful categories, each with a characteristic keyword. So shortlist ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഓരോ കോഡും വായിച്ച ശേഷം 5 മുതൽ 7 വരെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള കോഡ്സ് വരുന്നോടം വരെ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. The next step, check if the labels work by trying a batch of 20 to 25 answers. So നമ്മൾ ഉണ്ടാക്കിയ ലേബൽസ് ഒന്ന് വെച്ച ശേഷം ഈ 20 മുതൽ 25 പേരുടെ റെസ്പോൺസസിനെ ഒരുമിച്ച് ഈ ഒരു ലേബൽസിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ് അടുത്ത സ്റ്റെപ്പ്. And in the last step, make a final list of the label categories and code all the data. So അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫുൾ ആയിട്ട് നമ്മളുടെ ഡേറ്റേനെ എന്താ ഒരു ലിസ്റ്റ് ആക്കി അല്ലെങ്കിൽ ഒരു ലേബൽഡ് കാറ്റഗറി ആക്കി മാറ്റി എല്ലാത്തിനെയും കോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ ദിസ് വാസ് അബൌട്ട് കോഡിംഗ് ഓഫ് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ്. എന്തായിരുന്നു എന്ന് നമ്മൾക്ക് ഒന്നുകൂടെ കാണാം. സോ ദിസ് വാസ് ലിസ്റ്റ് ഓൾ ദ ആൻസേഴ്സ് പെർ കോഡ്. The first step was the analysis of the answers to the open-ended questions of about 20 to 25 informants. Read them carefully, keeping in mind about the purpose of the questions. Make rough categories and try to code them. List all the answers per code and prepare a short list of 5 to 7. Then check if all the labels work with 20 to 25 answers and make a final list of categories. Now coming to the second way. ഇനി നമ്മൾ ആദ്യമേ കണ്ടത് ഓർഡറിങ് ആൻഡ് കോഡിങ് ഓഫ് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി ഓർഡറിങ് ആൻഡ് കോഡിങ് ഓഫ് നറേറ്റീവ്സ് അല്ലെങ്കിൽ ലോങ് പാരഗ്രാഫ്സ് എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾക്ക് കാണാം. So here you have to reread the research objectives and discussion topics. So നമ്മളുടെ റിസർച്ച് ഒബ്ജക്റ്റീവ്സിനെയും അതുപോലെ തന്നെ ഡിസ്കഷൻ്റെ ടോപ്പിക്കും ഒക്കെ ഒന്നുകൂടെ വായിക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യുക. Then the next step, read a number of interviews, narrative observations carefully so that it can be analyzed. So second സ്റ്റെപ്പിൽ നമ്മൾ കുറച്ചധികം ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ നറേറ്റീവ് ഒബ്സർവേഷൻസും ഒക്കെ വായിക്കുകയാണ് ചെയ്യുക. The third step, number the material as per broad discussion topic it concerns. So നമ്മൾക്ക് കിട്ടിയ നറേറ്റീവ്സിനെ നമ്മൾ നമ്പർ ചെയ്യും. എങ്ങനെയാണ് നമ്പർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കഷൻ ടോപ്പിക്കിൻ്റെ ഒരു ബ്രോഡ് ബേസിസിലായിരിക്കും ഈ ഒരു നമ്പറിങ് നടത്തുക. And while doing this, you have to highlight specifically illustrative remarks. So നമ്മൾ വായിക്കുന്നതിൻ്റെ ഇടയിൽ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും വെർബാക്ടംസ് അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ that should be highlighted using a marker pen, and the margins can be used to define the subtopics. So നമ്മൾ subtopics ഒക്കെ എഴുതുന്നത് ആ ഒരു മാർജിനിൽ, ആ ഒരു പേപ്പറിൻ്റെ മാർജിനിൽ ആയിരിക്കും. Make a list of all keywords belonging to certain topic in the subcategories. So നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സബ് കാറ്റഗറിയിൽ നിന്നും കീവേഡ്സിൻ്റെ ഒരു സ്പെസിഫിക് ലിസ്റ്റ് ഉണ്ടാക്കും. Make an interpretation of the data and code all your qualitative data. So this is how we do ordering and coding of narratives. ഒന്നുകൂടെ പറയാൻ എന്താ ഉണ്ടാവുകയെന്ന്, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സും റിസർച്ച് ക്വസ്റ്റ്യനും ഡിസ്കഷൻ ടോപ്പിക്സും ഒക്കെ ഒന്നുകൂടെ വായിക്കും. അതിനുശേഷം നമ്മൾ കുറേ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ നറേറ്റീവ് ഒബ്സർവേഷൻസ് ഒക്കെ കേൾക്കും. ഈ കേട്ട സാധനങ്ങളെ നമ്മളൊന്ന് നമ്പർ ചെയ്യും. നമ്പർ ചെയ്യുന്നത് ഡിസ്കഷൻ ടോപ്പിക്കിൻ്റെ ബേസിസിലായിരിക്കും. ഈ ഒരു ടോപ്പിക്ക് വായിച്ചു പോകുമ്പോൾ അതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. മാർജിനിൽ നമ്മൾ സബ് ടോപ്പിക്സ് എഴുതും. അതിനുശേഷം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത കീവേഡ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടേംസ് ഒക്കെ നമ്മൾ ഒരു ലിസ്റ്റായിട്ട് എഴുതും. ഈ ലിസ്റ്റിൻ്റെ ബേസിസിൽ വി വിൽ ഇൻ്റർപ്രെറ്റ് ദ ഡേറ്റ ആൻഡ് വി വിൽ കോഡ് ദ ഹോൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റ. So that was about the second step of qualitative data analysis. ആദ്യത്തെ സ്റ്റെപ്പ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സാമ്പിൾ ആയിരുന്നു. രണ്ടാമത്തെ ഓർഡറിങ് ആൻഡ് കോഡിങ് ഓഫ് ദ ഡേറ്റ. In the third step, we have data summarization in compilation sheets. So നമ്മൾ ഓർഡർ ചെയ്ത കോഡ് ചെയ്ത ഡേറ്റേനെ ഒരു കമ്പൈലേഷൻ ഷീറ്റ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് ദ തേർഡ് സ്റ്റെപ്പ്. സോ ഇറ്റ് ഈസ് ഡേറ്റ സമ്മറൈസേഷൻ ഇൻ കമ്പൈലേഷൻ ഷീറ്റ്സ്.
So the summarize all the data of each study unit per study population on different compilation steps ഷീറ്റ്സ്. അപ്പോൾ സ്റ്റഡിയുടെ ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓരോ ഡിസ്കഷൻ ടോപ്പിക്കിൽ നമ്മൾക്ക് കിട്ടിയ ആൻസേഴ്സിനെ ഓരോ കമ്പൈലേഷൻ ഷീറ്റിലേക്ക് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കും. ദ കമ്പൈലേഷൻ ഷീറ്റ്സ് ഫോർ ക്വാളിറ്റേറ്റീവ് ഡേറ്റ is just like quantitative data. It comprises of rows and columns where the topic covered of the study is given as headings, just like the master sheet of quantitative data. So നമ്മൾ ഓരോരുത്തരും റിസർച്ച് സ്റ്റഡിക്ക് പ്രിപ്പയർ ചെയ്ത ആ ഒരു മാസ്റ്റർ ഷീറ്റ് പോലെ തന്നെയായിരിക്കും കമ്പൈലേഷൻ ഷീറ്റ് ഫോർ ക്വാളിറ്റേറ്റീവ് ഡേറ്റ. അതിന് കുറച്ച് കോളംസും റോസും ഒക്കെ ഉണ്ടാവും. കോളംസിൽ നമ്മൾ ടോപ്പിക്സ് ആയിരിക്കും അല്ലെങ്കിൽ സബ് ടോപ്പിക്സ് ആയിരിക്കും എഴുതുക. The fourth step is further summarizing of the data. Further summarization of the data may be achieved by narrative analysis matrices, figures and ക്വാസിസ്റ്റിക്കൽ ടേബിൾസ്. സോ നമ്മൾ ഈ കമ്പൈലേഷൻ ഷീറ്റിൽ എഴുതിയ ഡേറ്റേനെ ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഒരു മെട്രിക്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഫിഗർ, ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ ബാർ ഡയഗ്രാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്വാസിസ്റ്റിക്കൽ ടേബിൾസ്, ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് ഉപയോഗിക്കാം. In the fifth step, you have to draw conclusions and verifying them. So drawing conclusion and verifying is the main part of data analysis and qualitative data analysis. It is not a separate activity. It is to be done along with data collection. Whenever we start marking a summary of our data, we have to do that in matrices, compilation sheets, flowcharts or diagrams. So ഇത് സെപ്പറേറ്റ് ആക്ടിവിറ്റി അല്ല, തുടക്കം മുതൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിനെ സമ്മറൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കമ്പൈലേഷൻ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ആയിട്ടോ ഫ്ലോ ചാർട്ട് ആയിട്ടോ ഒക്കെ വേണം പ്രസൻറ്റ് ചെയ്യാനായിട്ട്. We persistently draw conclusions and reject or modify quite a number of them as we advance. So സ്റ്റഡി മുന്നോട്ട് പോകും തോറും നമ്മൾ ആ എഴുതിയ കൺക്ലൂഷൻസിനെ ഒന്നെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം. ആൻഡ് റൈറ്റിംഗ് ഫെസിലിറ്റേറ്റ്സ് ഇൻ ജനറേറ്റിംഗ് ന്യൂ ഐഡിയാസ്. സോ ആദ്യം മുതൽ ഇങ്ങനെ കൺക്ലൂഷൻസ് എഴുതി പോകുമ്പോൾ പുതിയ ഐഡിയാസിനെ ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും. So this was the fifth step of qualitative data analysis, and coming to the last step of qualitative data analysis, which is reporting. So reporting in qualitative data study can be done in two ways. The one way is summarizing the major qualitative results in a different section of findings along with quotations and examples. So ഒരു തരത്തിൽ നമ്മൾ ചെയ്യുന്നത് ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ കൊട്ടേഷൻസ്, ആൾക്കാർ പറഞ്ഞ വെർബാക്ടംസും എക്സാമ്പിൾസും ഒക്കെ വെച്ച് എഴുതാം. ആൻഡ് ഇൻ ദ ഡിസ്കഷൻ സെഷൻ യു ക്യാൻ കമ്പൈൻ ദം അലോങ് വിത്ത് ദ റിസൾട്ട്സ് ഓഫ് ദ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ and that is reflected in the recommendations and findings. ഇതാണ് ഒരു തരത്തിൽ. സോ ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എക്സാമ്പിൾസും കൊട്ടേഷൻസും ആയിട്ട് എഴുതിയ ശേഷം നമ്മൾക്ക് ഡിസ്കഷനിൽ ഒരു റെക്കമെൻഡേഷൻസിൻ്റെയും ഫൈൻഡിങ്സിൻ്റെയും ഒപ്പം അതിനെ സമ്മറൈസ് ചെയ്യാം. And in the next method, it is to completely mix various data sets in the chapter of findings ordered as per objectives of the entire study. സോ നമ്മുടെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ സെറ്റായിട്ട് വേണമെങ്കിൽ ഈ ഒരു ഡേറ്റേനെ റിപ്പോർട്ട് ചെയ്യാം. സോ ദീസ് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സാമ്പിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. രണ്ടാമത്തെ ഓർഡറിങ് ആൻഡ് കോഡിങ് ഓഫ് ദ ഡേറ്റ വിച്ച് ക്യാൻ ബി ഡൺ ഇൻ ടു വേസ്. The next step was data summarization and compilation steps. Then further summarization of the data in matrices, figures and quasistical tables. And the fifth step was drawing conclusions and verifying them. And the last step we had reporting. So this was about data analysis. Please go through the chapter and your notes. If there are any doubts, please message me or contact me personally. Thank you. All the best for research exam.